സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ ഇന്ന് 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കി കുമളിയിൽ ലോറിക്ക് മുകളിലേക്ക് മരം വീണ ഒരാൾ മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. ഇയാൾക്ക് ഒപ്പമുള്ളവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ബോവിക്കാനത്ത് വയോധിക ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മല്ലം ക്ഷേത്രത്തിന് സമീപത്ത് ഗോപിയാണ് മരിച്ചത്. തുണി അലക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കാലവർഷക്കെടുതിയിൽ കോട്ടയം ജില്ലയിൽ കാർഷിക മേഖലയ്ക്കുണ്ടായത് 4 കോടി രൂപയുടെ മേൽ നഷ്ടമാണ്. ജില്ലയിലെ 126 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. കാലവർഷം ആരംഭിച്ച മെയ് 23 മുതൽ 29 വരെയുള്ള 2 ആഴ്ചയിലെ നഷ്ടമാണിത്. ഇടുക്കിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിൽ തകർന്നത് 62 വീടുകളാണ്. 6 എണ്ണം പൂർണ്ണമായും തകർന്നു. 56 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. 133 പേർ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലാണിപ്പോൾ. കൊച്ചി കടവന്ത്രയിൽ പോലീസ് സ്റ്റേഷന് സമീപം വൻമരം കടപുഴകി വീണു. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരം വീണത്. ഇടക്കൊച്ചിയിൽ ക്ഷേത്രത്തിന് സമീപം വൻമരം കടപുഴകി വീണു. ഇപ്പോൾ മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോട്ടയം, ഇടുക്കി, തൃശൂർ, എറണാകുളം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. കോട്ടയത്തും ഇടുക്കിയിലും കാസർഗോഡും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.